നീ അന്നൊരു ഇത് കട മേടിച്ചില്ലായിരുന്നു, അത് ഏത് കടയായിരുന്നു? എനിക്ക് മേടിക്കാനായിരുന്നു. ഇപ്പൊ അവന് കട വാങ്ങണം. പണ്ട് ഞാൻ അവന്റെ അടുത്ത് 100 തവണ പറഞ്ഞു, ഇപ്പൊ അതിനെ കുണ്ണക്കട വേണോ അല്ലേ? ഇപ്പൊ എന്നെ കുണ്ണക്കട വേണോ അല്ലേ? പൈസ കുറവെന്റെ. ഇപ്പൊ അന്ന് ഞാൻ അവന്റെ അടുത്ത് 1000 വട്ടം പറഞ്ഞു, അവൻ എന്നെ വിശ്വാസമില്ല. ഞാൻ അവന് നല്ല ഇത് പറഞ്ഞു, അപ്പൊ അവന് വാങ്ങിക്കാം. ഇപ്പൊ കണ്ട അറബിയുടെ ആവശ്യം. ഇപ്പൊ നിന്നെ കുണ്ണക്കട വേണോ അല്ലേ? ഇപ്പൊ കുണ്ണക്കട വേണം. ഞാൻ കണ്ടു റിയൽ അറബി. എന്നെ അറബിന്ന് വിളിച്ചാൽ ഓജി അറബി എന്നെ അറബിന്ന് വിളിച്ചാൽ ഞാൻ കേക്കട്ടെ. അറബിന്ന് വിളി, വേറെ ഒന്നും വിളിക്കണ്ട. അറബിന്ന് വിളി. കുണ്ണക്കടയിൽ പോണമെങ്കിൽ എന്നെ അറബിന്ന് വിളി. നീ ആദ്യം വിളിക്ക, എന്നിട്ട് നീ കേറിക്കോ. ഞാൻ കേക്കട്ടെ, ചെവി കൊണ്ടൊന്ന് കേക്കട്ടെ. ഇത് ഒന്ന് മതി. നീ അറബിന്ന് വിളിച്ച അത് മതി, അത് മാത്രം മതി. അന്ന് ഞാൻ തൊപ്പിയെടുത്തോണ്ട് ഇനി നീ എന്തെടുത്തോണ്ട് പോയത്? നീ തൊപ്പിയെടുത്തോണ്ട് നിനക്ക് ഇപ്പൊ കുണ്ണക്കട. എടാ അറബി ഫേക്ക് അറബിക്ക് കുണ്ണക്കട വേണം. ഞാൻ പോവാൻ. നീ ഓടിയിട്ട് ഞാൻ ലോക്ക് അടിച്ചിട്ടുണ്ടേ, നീ കയറിക്കോ. അറബി ഇനി നീ ഓട്ടിച്ചോ. നീ ഓട്ടിയത് നിനക്ക് പറ്റും. നീ പറയണേക്ക് നീ ഓട്ടി കളിക്കുക. നിനക്ക് എന്ത് പാട്? നീ വണ്ടി ഓടിച്ചിട്ടില്ലേ? ചേട്ടാ എന്റെ മീശയും വെച്ചോടുത്ത് അവിടെ ഇരിക്കണം. കണ്ടല്ലോ എന്റെ മീശ ഇന്റീരിയർ. എന്റെ മീശയാണ് കണ്ട. എന്റെ മീശ അതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് അതാ ഞാൻ സെറ്റ് ആക്കാനാണ്. ഇപ്പോഴല്ലേ ഗെയിം കയറി. ഗെയിം കയറി എത്ര ദിവസം വെച്ചിട്ട്? ഒരു 1-2 ദിവസം ആവൂലേ സെറ്റാക്കാം. ബിസിനസ് പ്രോഫിറ്റ് വാങ്ങിക്കോട്ടെ. ഇതാണ് കട. 37,000 രൂപ കിട്ടി. ഇറങ്ങിക്കോ. നേരെ കണ്ടല്ലോ, ഇതാണ് ആ പച്ച കണ്ടല്ല, അവിടെ പോയിട്ട് വാങ്ങിച്ചോ. അപ്പൊ നിനക്കും പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ കടയിൽ നമ്മൾ 3 പേരും പങ്കാളിയാവും. ഇപ്പൊ ഞാനും ഈ ഫേക്ക് അറബിയും, റിയൽ അറബിയും ഫേക്ക് അറബിയും ഈ കടയിലെ പങ്കാളിയാവും. മനസ്സിലായില്ലേ? വാങ്ങിച്ചോ. ഇവിടെ വന്ന് വാങ്ങിക്കണം. ഇവിടെ വന്ന് വാങ്ങിക്കണം. നീ ഇവിടെ വന്ന് വാങ്ങിക്കണം. എന്താ പിന്നെ എന്തിന്? എനിക്ക് അവിടെ കൊണ്ടുവരുമൊന്നുമില്ല. കട ഇവിടെ ഇല്ലേ? എനിക്ക് 37,000 രൂപ. അത് കുറച്ച് പതിയെ കിട്ടിക്കോളൂ. നീ വാങ്ങിക്കോ. അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ കട വാങ്ങിക്കോന്നില്ല, ചുമ്മാ വന്ന് കൊണ്ടുവന്നാണ് ഞാൻ. തെങ്ങ് കാണിച്ചാ? ഇപ്പൊ നിനക്ക് എത്ര രൂപ അവിടെ രൂപ എണ്ണം കൂടണ കാണിക്കണുണ്ടോ? അത് നീ ഇപ്പൊ ഒരു മണിക്കൂർ ഗെയിം കളിച്ചിട്ട് വന്ന് നോക്കുവാണെങ്കിൽ അവിടെ 50,000 രൂപ കിട്ടും. 50,000 രൂപ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കോടിപതിയാവാം. മനസ്സിലായില്ലേ? കോടിപതി. പിന്നെ ഞാൻ റിച്ചാണ് ചേട്ടാ. മനസ്സിലായെങ്കിൽ ഈ ഗെയിമിന്റെ അകത്ത് റിച്ച് ഞാനാണ്. കെൻസോ അല്ല, ഈ ആപ്പിലെ ലൊട്ട അവൻ പിച്ചക്കാരൻ. അവനും അല്ല. ഞാൻ അറബി റിയൽ ഫോക്സ് അറബിയാണ്. എന്റെ 50 ലക്ഷം രൂപ ഇപ്പൊ 521 രൂപ. റിച്ച് ബ്രോ. 521 കടയല്ല, മൊത്തം ഇതിന്റെ അകത്ത് ഫുള്ള് കട എന്റെ ഉണ്ട്. പ്രോഫിറ്റ് ആണ് പറഞ്ഞത്. പ്രോഫിറ്റ് ഇപ്പൊ നോക്കുവാണെങ്കിൽ 50 ലക്ഷം. 50 ലക്ഷം കയ്യിൽ ഇരിപ്പുണ്ട്. 50 ലക്ഷം. എഫ് വിട്ട് അത് ചെറിയ സീനായിട്ട് സൗണ്ട് സീൻ വന്നോണ്ട് ഞാൻ എടുത്ത് കളയേണ്ടി വന്നു. കടയിലാവുന്ന കയറി കാണണ്ടേ? നീ കട വാങ്ങിച്ചിട്ട് കടയിലാവുമെന്ന് കാണണ്ടേ? അറബി കടയിൽ ബർഗർ ഉണ്ടാക്കണ നിനക്ക് തുല്യ പങ്കാളിത്തം ഉണ്ട്. മനസ്സിലായില്ലേ? ഈ കടയിൽ ബർഗർ ഉണ്ടാക്കി നിനക്ക് ഫ്രീ ആയിട്ട് തരും. മനസ്സിലായില്ലേ? നീ കട നേരെ കണ്ടില്ലേ? അതാണ് കട. നീ നിൽക്കുക, ഇവിടെ നിൽക്ക്. എൻ്റെ അടുത്ത് നിന്നാണ്. എൻ്റെ അടുത്ത് നിൽക്ക്. കടയുടെ പേര് കണ്ട? ഡെസർട്ട് മാർക്കറ്റ് പ്ലേസ്. ഇതാണ് കടയുടെ പേര്. ഗ്രാഫിക്സ്
നിന്റെ എത്രാമത്തെ കടയാണ് അറബി? എന്റെ എത്രാമത്തെ കടയാണ്? എന്റെ ഫുള്ള് കടയുണ്ട്. വാ വാ ഇങ്ങോട്ടോ. എവിടെയാണ് എവിടെയാണ് എവിടെയാണ്? ഇല്ല, ഞാൻ തുടക്കം തന്നെ ഐക്യു വർക്ക് ചെയ്ത് മനസ്സിലായി. ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, എന്നിട്ട് അവന് വിശ്വാസം ഇല്ലായിട്ടാണ്. കണ്ട പൈസ ചുമ്മാ കളയാണെന്നും പറഞ്ഞു. ഇതാണ് ചാറ്റ് ഐക്യു. ചാടണം എങ്ങനെ? പാട്ടേ വാ 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 ചാടി വാ. നീ എന്തിനു കാണിക്കണില്ലോ? ലൊട്ടത്തര കാണിക്കണ. എടാ അവിടെ ചാടാൻ പറഞ്ഞപ്പോ കണ്ട കാണിക്കണത്. ചാടാൻ പറയാൻ ബാക്ക് പഠിക്കണ്. ചാടാ അവിടെ പറഞ്ഞ ബാക്ക് പഠിച്ചോണ്ടിരിക്കണ്. കേറി വാ. ഇങ്ങോട്ട് വാ, ഇതുവഴിയാണ്. നേരെ പോടെ, വാതിലുണ്ട്, അത് തുറന്നു കയറിക്കോ. നിന്റെയും കൂടെ സാധനമാണ്, വേണേ എടുത്ത് തിന്നോ അത്. മാറ്റി ഇപ്പൊ അതല്ല, ഇപ്പൊ ഡേ ആണ്. നീ ഇപ്പൊ എവിടെ ഇരിക്കണേ? എവിടെ? നിന്റെ വീട്ടിൽ പോയാലേ? എന്റെ ഏത് വീട്? നേരത്തെ കസ്റ്റം ടൈം ഇട്ട് പോയാലേ? കസ്റ്റം ടൈം ഇട്ടാ നീ ഓട്ടിക്കൂ. നീ ഓട്ടിക്കുവാണെ പോവാ. നിനക്ക് വീട് ഞാൻ പറഞ്ഞു തരാം എവിടെയാണെന്ന്. അന്ന് നമ്മൾ എയർപോർട്ടിൽ പോയില്ലേ, അവിടെ ആയിരുന്നു. എയർപോർട്ടിന് അന്ന് നീ വന്നതാണ് എൻ്റെ വീട്, നിനക്കറിയാം. ക്യാപ്റ്റൻ നീ കൂടെ വന്നതാണ് എൻ്റെ വീട്ടിലോട്ട്. അത് നീ കസ്റ്റം ടൈം ഉണ്ട, ഞാൻ ഇട്ടിട്ട് കാര്യമില്ല. നീയാണ് ഇടാനുള്ള കസ്റ്റം ടൈം. പിന്നെ ഞാൻ ഇട്ട നിനക്ക് ഇങ്ങനെ കാണിക്കാണ്. നീ കസ്റ്റം ടൈം ഇട്ടാലേ നിനക്ക് കാണിക്കൂ. ആ പിന്നെ ഞാൻ ഇട്ട നിനക്ക് കാണിക്കൂ. നീ എന്തൊരു കളിയാ? ഞാൻ എന്റെ കാറിന്റെ അടുത്ത് വന്ന് ഏ